കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇവിടെ നീ എന്തെടുക്ക? ശ്രേയ എങ്ങനെയാ പാചകം ചെയ്യുന്നതെന്ന് നോക്കുമായിരുന്നു അമ്മേ. നീ ഒന്നും നോക്കണ്ട, അവളുടെ പണി അവള് നോക്കിക്കോളും. അവൾ എന്ത് നോക്കാനാ അമ്മേ? ഇത്രയും നേരമായല്ലോ, ഇതുവരെ സ്റ്റൗ പോലും കത്തിച്ചില്ല. ഇനിയിപ്പൊ സ്റ്റൗ കത്തിക്കാനും പാവത്തിനും അറിയില്ലായിരിക്കും. ഊർമിളേച്ചി മുഹൂർത്തം നോക്കിയിട്ട് തുടങ്ങാന്ന് കരുതിയിരിക്കായിരുന്നു. അത് ശരിയാ, ഇപ്പൊ രാഹുകാലോ. ഇത്രയൊക്കെ നോക്കിട്ട് നമ്മള് ഇത് മാത്രം എന്താ മറന്നുപോയേ? ദേവസ്ഥാനത്ത് രാമന്റെ മോളാന്ന് തെളിയിച്ചല്ലോ മോളെ. ഇപ്പൊ തന്നെ നീ പരീക്ഷ പകുതി ജയിച്ചു കഴിഞ്ഞു. ഇന്ന് ശരി മോളെ, രാഹുകാലം കഴിഞ്ഞിട്ട് തുടങ്ങിയാ മതി. മോളെ ശ്രേയേ, സാവകാശം ചെയ്താ മതി, തിരക്ക് പിടിക്കണ്ട കേട്ടോ. എന്നാ ശരി, നിങ്ങളൊക്കെ വന്നേ. ഊർമിളേ വാ, പുറത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്, വാ. നോക്കിയും കണ്ടും ചെയ്യും മോളെ. ടെൻഷൻ കാരണം ശ്വാസം മുട്ടുന്ന അവസ്ഥയാ. ഈ വൈദേഹി ചേച്ചി എവിടെയാ? ഇനിയും എത്ര നേരം കാത്തിരിക്കുന്നത്? ഈശ്വര, വേണ്ട, അറിയാത്ത പണി എന്തിനാ? വരൂ വരൂ, അകത്തേക്ക് പോയിക്കോളൂ. വിനയാ, നീ ഇങ്ങോട്ട് വന്നേ, ഒത്തിരി പണിയുണ്ട്. നീ എവിടെ നിന്നേ? ഈശ്വര, എന്തുമ്മയ്ക്ക് ആളെ മനസ്സിലായോ? നീ ഏതാ കുട്ടി? എന്റെ അനിയന്റെ മോളാ. അതെയോ, ഇതുവരെ കണ്ടിട്ടില്ല, അതാ ചോദിച്ചേ. എന്താ മോടെ പേര്? സ്നേഹ. അത് ശരി, മോളെന്താ ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. സാമ്പ്രാണിത്തിരി, എന്റെ സാമ്പ്രാണിത്തിരി വന്നിട്ടുണ്ട്.
സോറി. അവളിവിടെ എവിടെയോ ഉള്ളതുപോലെ, പക്ഷെ കാണാൻ പറ്റുന്നില്ല. എന്തോ നട ദേവം, നീ എങ്ങോട്ടായി ഓടിപ്പോന്നേ? പുറത്തേക്ക് പോകാനുള്ള പ്ലാനാണോ? അല്ല, അത് ആരും കാണാതെ ഇവിടുന്ന് മുങ്ങാനാ പ്ലാൻ? അതോ അടുക്കളയിലേക്ക് കടന്ന് ഭാര്യയായിട്ട് പഞ്ചാരി അടിക്കാനാണോടാ? ഏയ്, അതിനൊന്നും അല്ല ഇന്ദു. അമ്പടാ, നിന്റെ കള്ളത്തരം എനിക്ക് മനസ്സിലാവില്ലെന്നാണോ? നടക്കടാ അങ്ങോട്ട്. അങ്ങനെയല്ല, അതിനല്ല ഇന്ദു. നടക്കാനല്ലേ പറഞ്ഞേ? വേറൊരു പറയുന്ന കേൾക്കുന്നു. രക്ഷപ്പെട്ടു രാമ. ചേച്ചി എത്തിയല്ലോ. എന്താ ഇത്രയും വൈകിയത് ചേച്ചി? അവരെല്ലാവരും തുടങ്ങിയില്ലേന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. എനിക്കാണെങ്കിൽ കാലും കൈയും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങി ചേച്ചി. ഞാനിങ്ങ് എത്തിയില്ലേ, ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഓം ശ്രീരാമ 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 ശ്രീരാമ. ചേച്ചി എന്തായി ചെയ്യുന്നത്? ആദ്യമായിട്ടല്ലേ ഞാൻ ഈ വീട്ടിലെ അടുപ്പ് കത്തിക്കാൻ പോകുന്നത്. അതിനു മുൻപ് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചെന്നേ ഉള്ളൂ. അപ്പോ ഞാനല്ലേ ഇവിടുത്തെ മരുമോള്? ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. ചേച്ചി ഭക്ഷണം ഉണ്ടാക്ക. പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇനി ചേച്ചി പാചകം തുടങ്ങിക്കോ. ആ ശരി. ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി കാലത്തോട്ട് നിന്റെ ഫോണും കാത്തിരിക്കായിരുന്നില്ലേ? ശ്രേയേ, എന്താ ചേച്ചി പറയൂ. ഇന്നലെ രാത്രി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? എല്ലാവർക്കും എന്റെ ആദ്യ രാത്രിയെ കുറിച്ച് അറിയണം. നടന്നില്ലെന്ന് പറഞ്ഞ് നടത്തിപ്പിക്കും. അതോടെ എന്റെ സിനിമാ മോഹവും തീരും. അറിയാതെ പോലും അത് പുറത്തു പറയരുത്. എന്താ ഒന്നും മിണ്ടാത്ത ശ്രേയെ? പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നടന്നല്ലോ അല്ലേ? ദേവേട്ടൻ പ്രണയിച്ചത് എന്നെ തന്നെ ആയിരുന്നു. കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതും എന്നെ തന്നെ.
അപ്പൊ പിന്നെ ചോദിക്കാൻ എന്തിരിക്കുന്നു ചേച്ചി? ഓ, താലി ചേച്ചിയുടെ കഴുത്തിൽ കെട്ടിയതുകൊണ്ടുള്ള വിഷമമാണോ? പക്ഷേ മുഖം മറച്ചിരിക്കായിരുന്നല്ലോ. ഞാനാണെന്ന് കരുതി തന്നെ താലി കെട്ടിയത്. അപ്പൊ പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാവാൻ? എല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നു. എന്നെ അത്രയേറെ സ്നേഹിച്ചിട്ട്, എന്നെ തന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് അത്ര പെട്ടെന്ന് ശ്രേയ സ്വീകരിക്കാൻ എങ്ങനെ കഴിഞ്ഞു? ഇതെന്താ? ഞാനെന്താ ഇത്ര കടന്ന് ചിന്തിക്കുന്നേ? ഞാനും ഇത് തന്നെയല്ലേ ആഗ്രഹിച്ചത്? അവര് രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിച്ച അത് മതി. ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ. വൈദേഹി, സവാളയൊക്കെ പെട്ടെന്ന് അരിഞ്ഞെടുക്ക്. നോക്ക്, കണ്ണ് നിറഞ്ഞൊഴുകുന്നു. നല്ല മണം വരുന്നുണ്ടല്ലോ. നല്ല സ്വാദുമായിരിക്കും. നിന്റെ മരുമോള് കൈപ്പുണ്യമുള്ള കുട്ടി തന്നെയാ. പാചകം അറിയില്ല എന്ന് വിചാരിച്ചിട്ട് നല്ല അടിപൊളി മണമാണല്ലോ വരണേ. നേരത്തെ പറഞ്ഞല്ലേ കോളമാക്കാൻ പറ്റിയ വല്ല പ്ലാനും ഉണ്ടാക്കാന്ന്. അപ്പൊ അവൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും സമയമുണ്ട്, നീ ഒന്ന് മനസ്സ് വെച്ചാൽ മതി. അവൾ ഇതിൽ ജയിക്കരുത്. അതൊന്നും വേണ്ട, കല്യാണത്തിന്റെ പ്ലാൻ തന്നെ വയറ് നിറഞ്ഞു. ഊർമിളെ, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കും. ആ പ്ലാൻ സക്സസ് ആയിരുന്നു. ദേവനെന്ന് താലി കെട്ടിയത് ശ്രേയക്കല്ല, ആളെ മാറ്റി അവരെല്ലാം കൂടി കളിക്കും. ആള് മാറാട്ട കളിയാണെന്നുള്ളത് എനിക്കും അറിയാം. പക്ഷെ അത് തെളിയിക്കണമെങ്കിൽ കൃത്യം തെളിവുകൾ വേണം. ഇതുവരെ എത്തിയില്ലല്ലോ. ആരെ കൗസല്യേ? മഹേശ്വരി ഏട്ടത്തി. മഹേശ്വരി അടുത്ത് വരുന്നുണ്ടോ? എപ്പോഴാ അമേരിക്കയിൽ നിന്ന് വന്നത്? ഇന്ന് നേരെ വെളുത്താ എത്തിയേ. കല്യാണത്തിനോ വരാൻ പറ്റിയില്ല. എന്തോ മരുമോളുടെ പാചക പരീക്ഷയ്ക്കൊപ്പം ഇനി ഒത്തിരി പരീക്ഷകളുണ്ടെന്ന് പറഞ്ഞാ വരുന്നേ. മഹേശ്വരി ചെറിയമ്മ വരുന്നുണ്ടല്ലേ? അങ്ങനാണെങ്കിൽ നമ്മൾ ഇനി വലിയ ടെൻഷൻ ഒന്നും എടുക്കേണ്ടി വരില്ല വരണേ. അതെന്താ? മഹേശ്വരി ചെറിയമ്മയെ കുറിച്ച് നിനക്കറിയില്ലായിരിക്കും. നമ്മള് മനസ്സിൽ കാണുമ്പോ മാനത്ത് കാണുന്ന ആളാ.
ഇവളുടെ ഈ നാടകം കളി സത്യമാണെങ്കിൽ മഹേശ്വരി ചെറിയമ്മയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാനാവില്ല. എടുത്തി സുഖായിരിക്കുന്നോ? സുഖായിരിക്കുന്നു ചെറിയമ്മേ. നിനക്ക് സുഖമല്ലേ മഹേശ്വരി? പരമസുഖം ചെറിയമ്മേ. മക്കളൊക്കെ എന്തു പറയുന്നു? എല്ലാവരും സുഖായിരിക്കുന്നു. എന്താടാ പുതുമണവാള, കല്യാണത്തിന് സന്തോഷമൊന്നുമില്ല? വീടമ്മായി മനുഷ്യൻ ഇക്ലിയാവുന്നു. ഈ മഹേശ്വരി അമ്മയ്ക്ക് ആരോട് എങ്ങനെ പെരുമാറണമെന്ന് നന്നായിട്ട് അറിയാടാ. അതിരിക്കട്ടെ, നിന്റെ ഭാര്യ എവിടെ? അകത്തേക്ക് വാ. ആ ശരിയാ, പോരെ പോരെ. എവിടെയോ എന്തോ ഒരു കുഴപ്പം. ഇവിടെ ശരിക്കും ഭക്ഷണം ഉണ്ടാക്കുന്നോ അതോ ഇവിടെ വേറെ വല്ല മാനേജിങ് പണിയാണോ? ഒന്ന് നോക്കിക്കളയാം. ചേച്ചി ഒന്ന് പെട്ടെന്നാവട്ടെ, ആരെങ്കിലും ഇങ്ങോട്ട് കേറി വന്ന പണിയാകും. ഇത് ഇപ്പൊ കഴിയും, 2 മിനിറ്റ്. ഊർമിളേ, അല്ല നീ എങ്ങോട്ടാ? ശ്രേയ പാചകം എങ്ങനെ ചെയ്യുന്നു ഒന്ന് നോക്കാൻ പോവായിരുന്നമ്മേ. അതൊക്കെ നോക്കേണ്ടത് ഞാനല്ലേ? ആ നിക്ക് നിക്ക് നിക്ക്. ആരും വരണോന്നില്ല, ഞാൻ മാത്രം പോയാ മതി. മരുമോളുടെ സാമർഥ്യം എന്താണെന്നും ഈ കുടുംബത്തിന് പറ്റിയ മരുമോളാണെന്നുള്ളതും ഒക്കെ ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ ആരും എന്റെ കൂടെ വരേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്ത് ചോദിക്കണമെന്നും എന്ത് പറയിപ്പിക്കണമെന്നും ഒക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. ഏത് ഭക്ഷണം എങ്ങനെയാ ഉണ്ടാക്കുക, എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നു. പാചകത്തിന്റെ രുചി മാത്രമല്ല, ആളുടെ അഭിരുചിയും കൂടെ ചേർത്ത് തലയ്ക്കകത്തുള്ളത് മൊത്തം പുറത്തെടുത്ത് വെക്കും. ചേച്ചി അവരിങ്ങോട്ടാണല്ലോ വരുന്നത്. എന്നാ ശരി ശ്രേയ, ഞാൻ അകത്തെവിടെയും പോയി ഒളിച്ചോളാം. ചേച്ചി പോയി ഒളിച്ചാൽ എങ്ങനെയാ? അവര് വരുന്നത് ഭക്ഷണത്തിന്റെ സ്വാദം നോക്കാൻ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല.
പക്ഷെ എന്തൊക്കെയോ ചോദിക്കുന്നല്ലേ പറയുന്നത്. ചോദിച്ച ഞാൻ എന്ത് ഉത്തരം പറയും? ഞാൻ ഒളിച്ചോളാം. ചേച്ചി ഇവിടെ നിക്ക്. ശ്രേയെ, അതെങ്ങനെ ശരിയാവുന്ന? ഇവിടുത്തെ മരുമകള് നീയല്ലേ? ആ സ്ഥാനത്ത് ഞാനെങ്ങനെയാ? അതിനെന്താ ചേച്ചി, ഈ വീട്ടിലുള്ളവർക്കല്ലേ ഞാൻ ആരാണെന്ന് അറിയൂ. ഇതുവരെ ഇവരെന്നെ ഒന്ന് കണ്ടിട്ട് പോലുമില്ല. അതുമല്ല, അവർ ഒറ്റയ്ക്കാണല്ലോ അകത്തേക്ക് വരുന്നത്. ചേച്ചി ആ മരുമകളെന്ന് വിചാരിച്ചോളൂ. ശ്രേയെ, ഇതിന്റെ പേരിൽ പിന്നെ വല്ല പ്രശ്നങ്ങളും ഉണ്ടായാലോ? പിന്നത്തെ കാര്യം പിന്നെ നോക്കാം. ആദ്യം ഈ കടമയൊന്ന് കടന്നോട്ടെ. അവരിങ്ങ് എത്തി. വന്നോ ചേച്ചി? ഞാൻ എങ്ങോട്ടെങ്കിലും മാറി നിന്നോളാം. അപ്പൊ നീയാണല്ലേ ഈ വീട്ടിലെ കൊച്ചുമരുമോള്? അതെ ചെറിയമ്മേ. ഇതാണോ ഈ വീട്ടിലെ മരുമോളുടെ കോലം? ദേഹത്ത് ഒരു തരി സ്വർണം പോലും ഇല്ലല്ലോ. നല്ലൊരു സാരി പോലും ഉടുത്തിട്ടില്ല. രാമവർമ്മയുടെ മരുമോളെന്ന് പറയുമ്പോ ഇങ്ങനെയാണോ നിൽക്കേണ്ടത്? ഈശ്വര, ചേച്ചിക്ക് ആഭരണം അഴിച്ചു കൊടുക്കാൻ മറന്നു പോയല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? സ്വർണവും വസ്ത്രങ്ങളും ആണോ ചെറിയമ്മേ ബന്ധവും സ്ഥാനവും യോഗ്യതയൊക്കെ തീരുമാനിക്കുന്നത്? പെരുമാറ്റവും നല്ല സ്വഭാവവും അല്ലേ? ദേഹം മുഴുവൻ ആഭരണങ്ങൾ കൊണ്ട് മൂടിയാൽ ആ ഭംഗി മനസ്സിനുണ്ടാവണമെന്നില്ലല്ലോ. എന്നാ പിന്നെ പണമുള്ള വീട്ടിൽ നിന്ന് തന്നെ മരുമകളെ കണ്ടെത്തിയ പോരായിരുന്നോ? ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനായ ധർമ്മസ്ഥാനത്തെ രാമന്റെ മകളെ എന്തിനാ കൊട്ടാരം വീട്ടിലെ മരുമകളായി സ്വീകരിച്ചത്? ഒരു ചോദ്യത്തിന് 4 ഉത്തരം പറയുന്നെങ്കിൽ തത്തയുടെ നാവിന് മൂർച്ച കൂടുതലാന്നർത്ഥം. പോട്ടെ, നീ പറഞ്ഞ പോലെ തന്നെ കൊട്ടാരം വീട്ടിലെ മരുമോക്ക് വേണ്ട യോഗ്യതകൾ നിനക്കുണ്ടെന്ന് തന്നെ കൂട്ടാം. അതൊക്കെ നോക്കി തന്നെ ആയിരിക്കും വർമ്മ നിന്നെ തിരഞ്ഞെടുത്തതും. എന്നാ പിന്നെ നല്ലൊരു ഭർത്താവിനുണ്ടാവേണ്ട യോഗ്യതകൾ എന്തൊക്കെയാ? ഭാര്യയോട് സ്നേഹവും കരുതലും അവളുടെ വികാരങ്ങളോട് ബഹുമാനവും ഉണ്ടായിരിക്കണം. മനസ്സിലാക്കാൻ വേണം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നൊക്കെ ദേവനിലുണ്ടെന്നാണോ? അമേരിക്കയിൽ പഠിച്ചിട്ട് വന്നവനാ. ചെറുപ്പം തൊട്ടേ അവിടെ ആയിരുന്നല്ലോ. കുടിയും കറക്കവും കൂട്ടുകാരുമായിട്ട് സകല ശീലങ്ങളും ഉണ്ടാവും. അങ്ങനെ ഒരുത്തന്റെ സ്വഭാവം കണ്ട കല്യാണത്തിന് സമ്മതിച്ചെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കണമല്ലേ? ഭക്ഷണത്തിന് സ്വാദുണ്ടോ നോക്കിട്ട് പോയി കൂടി തള്ളക്ക്. എന്തിനീ വേണ്ടാത്ത ചോദ്യങ്ങളൊക്കെ? എന്തു പറയാനാ, നല്ലവനാണെന്ന് കരുതിയായിരിക്കും കല്യാണം കഴിച്ചത്. അവന്റെ സ്വഭാവം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി എന്താ നിന്റെ ഭാവം? ദേവേട്ടൻ എങ്ങനെയുള്ള ആളാന്ന് എനിക്കറിയാം. മറ്റൊരാൾ പറയുന്നത് കേട്ട് എന്റെ ബന്ധത്തെ സംശയിച്ചാ അതിന് യാതൊരു വിലയും ഉണ്ടാവില്ല. മറ്റാരും അല്ലല്ലോ പറഞ്ഞത്. ഞാൻ അവന്റെ ചെറിയമ്മയാണെന്ന് ഓർക്കണം. അതിനി ആരായാലും എന്താ, ദേവേട്ടന്റെ കുറ്റം പറയുന്നത് കേൾക്കാൻ എനിക്കൊരു താല്പര്യമില്ല. അല്ലെങ്കിൽ തന്നെ ചെറിയമ്മ പറയുന്നതല്ല അപ്പാടെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ദേവേട്ടനെ മനസ്സിലാക്കാതെയല്ല ഇങ്ങനൊരു തീരുമാനം എടുത്തേ. സ്നേഹിച്ചു, മനസ്സറിഞ്ഞടുത്തു.